സ്തോത്രം ചെയ്യാം. CC കൊല്ലംകൊട്ടാരക്കര മഹായിടവക കേന്ദ്രങ്ങളിൽ നടത്തപ്പെടുന്ന ധ്യാന കേന്ദ്രങ്ങൾ എല്ലാ മാസത്തിൻ്റെയും ഒന്നാമത്തെ ചൊവ്വാഴ്ച വർക്കല ക്രിസ്തുവിന് ധ്യാന കേന്ദ്രത്തിൽ, രണ്ടാം ചൊവ്വാഴ്ച ആദ്യം നമ്മൾ ആരംഭിച്ചത് കരയൂരത്തായിരുന്നു. റാഫ ധ്യാന കേന്ദ്രം ആരംഭിച്ചു. എന്നാൽ തുടർന്ന് നമുക്ക് വൈകിൽ വലിയ കുഞ്ഞപ്പി ഉപദേശി ഇടവകയുടെ പ്രതിഷ്ഠയോടനുബന്ധിച്ച ശേഷം അന്ന് മുതൽ ഇവിടെ വെച്ച് ഈ രണ്ടാമത്തെ ചൊവ്വാഴ്ച ധ്യാനം നമുക്ക് നടത്തുവാൻ ദൈവം നൽകിയിരിക്കുന്നു. ഇതുവരെയും നമുക്കത് മുടങ്ങാതെ നടത്തുവാനായിട്ട് സാധിക്കുന്നു. നമുക്കൊരു മഹാളെ ലഭിച്ച ശേഷം നമുക്കൊരു പ്രഥമ ബിഷപ്പിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. ഒരിക്കലും നമുക്ക് പരിചയമില്ലാത്ത, നമുക്കാർക്കും വലിയ ഈ മഹാനാട്ടിൽ നമുക്ക് വലിയ പരിചയമില്ലാത്ത, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ദേവദാസനെ അല്ലെങ്കിൽ ഒരു അച്ഛനെ നമുക്ക് ബിഷപ്പായി നൽകി. നമ്മുടെ മഹായിടവകയുടെ ആരംഭം എന്തുകൊണ്ടും ഒരു കുതിച്ചുചാട്ടത്തിൻ്റെ ആത്മീയ ഭൗതികമായിരിക്കുന്ന വളർച്ചയുടെയൊക്കെ ഒരു മാതൃകയായിട്ട് നമുക്ക് പറയാൻ കഴിയും. പ്രത്യേകിച്ച് അഭിനയ തിരുമേനിയുടെ ശുശ്രൂഷകൾ നമുക്ക് ലഭിച്ചത് ഒരു വലിയ ഭാഗ്യമാണ്. മറ്റ് തിരുമേനിമാരിൽ നിന്നൊക്കെ നമുക്ക് വ്യത്യസ്തമായി തിരുമേനിയുടെ ശുശ്രൂഷകൾ, പ്രത്യേകിച്ച് എളിയവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങളിൽ ഇടപെടുകയും, പഴയകാലത്ത് ഒരു ബിഷപ്പ് നമ്മുടെ സഭകളിൽ വരുന്നത് നമ്മുടെ ഭവനം സന്ദർശിക്കുന്ന അപൂർവമാണ്. ഒരു ദേവാലയത്തിൽ വരുന്ന ഒരു വലിയ സംഭവമായിട്ട് കാണുമെങ്കിൽ തിരുമേനി നമുക്ക് കഴിഞ്ഞ ശുശ്രൂഷ തുടങ്ങിയ സമയം മുതൽ മഹായിടവകയുടെ ഏതെങ്കിലും ഒരു പള്ളിയിലൂടെ ആരെങ്കിലും മരണപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവിടെ തിരുമേനി വിളിക്കും. അതൊരു അനുഗ്രഹമാണ്. അങ്ങനെ നമുക്ക് പ്രഥമ ഇടയനായി നമുക്ക് ലഭിച്ചു. ഏകദേശം 7 വർഷം 6 വർഷത്തോളം നമുക്ക് തിരുമേനിയുടെ ശുശ്രൂഷകൾ ഔദ്യോഗികമായി ലഭിച്ചു. തുടർന്ന് നമുക്ക് ഇപ്പോൾ അതിൻ്റെ പൂർണ്ണമായ തീരുമാനമായിട്ട് നമ്മോടൊപ്പം കഴിഞ്ഞ ദിവസം ബൈക്കിൽ വെച്ച് തിരുമേനി പറയുകയുണ്ടായി, എനിക്ക് വേണമെങ്കിൽ ഈ ബൈക്കിൽ വരാതിരിക്കാം. കോട്ടയം വെച്ച് 100 ആളുകൾ അവിടെ എത്താൻ സാധ്യതയുണ്ട്. പക്ഷേ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് കൊല്ലംകൊട്ടാരക്കര മഹായിടവകയാണ്. ഇവിടുത്തെ ജനത്തിന് വേണ്ടി ഞാൻ നിൽക്കും. എൻ്റെ ശുശ്രൂഷയുടെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അവസാന കാലങ്ങളിൽ ഞാൻ നിൽക്കുമെന്ന തിരുമേനി ആ ഒരു വലിയ ദൗത്യത്തെക്കുറിച്ച് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ദിനമാണ്. തിരുമേനി മേൽപ്പെട്ടത് സ്വീകരിക്കുന്ന കോൺസെൻട്രേഷൻ ലഭിച്ച ഡേറ്റ് ആണ് സെപ്റ്റംബർ മാസം 10-ാം തീയതി. ഇന്ന് നമുക്ക് ഭാഗ്യവശാൽ ഇന്ന് ധ്യാന യോഗം ദിനവും നടക്കുവാൻ ഇടവന്നു. ധ്യാന യോഗത്തിലെ ആ തിരുമേനിക്ക് ഇത്തരത്തിലുള്ള മീറ്റിംഗ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഡേറ്റ് ആഘോഷിക്കുവാൻ ദൈവം സഹായിച്ചത് ഒരു വലിയ നിമിത്തമായി കാണുന്നു. തിരുമേനിയോട് ഈ കാര്യം സൂചിപ്പിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ ബിഷപ്പമ്മയും മകളും ഒക്കെ ഒരുമിച്ച് വരുന്നതാണ് പറഞ്ഞത്. പക്ഷേ മകൾക്കുണ്ടായിട്ട് നല്ല പനിയുടെ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് നമ്മുടെ ഒരു ചുരുങ്ങിയ ഒരു കൂട്ടമാണ്. ഇത് മഹായിടവകയായിട്ടൊക്കെ വലിയ ഗംഭീരമായ പ്രോഗ്രാമാക്കി ചെയ്യേണ്ട കാര്യമാണെങ്കിൽ പോലും നമ്മുടെ തിരുമേനിക്കെപ്പോഴും ചെറിയ കൂട്ടത്തോടാണ് ഏറ്റവും ഇഷ്ടമുള്ളത്. ഇവിടെ വരികയും നമ്മോടൊപ്പം ഇന്ന് ഈ ആരാധനയിൽ നിന്ന് നൽകുവാൻ നമ്മുടെ ആയിരിക്കും. നമ്മുടെ ഇന്നത്തെ ഈ ബൈക്കിൽ വലിയ കുഞ്ഞപ്പി ഇടവകയിൽ നടത്തപ്പെടുന്ന ഈ ധ്യാനയോഗത്തിന്റെ മുഖ്യ കാരണമായിരിക്കുന്ന തിരുമേനിക്ക് ഈ കൂടപ്പെട്ടിരിക്കുന്ന എല്ലാ ഗുരുക്കന്മാരുടെയും ഇടവക ശുശ്രൂഷകന്മാർ ദൈവജനം എല്ലാവരുടെയും പേരിൽ കൃത്യമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവത്തിന്റെ പരിശുദ്ധ വചനം കേൾപ്പാനും കർത്താവിന്റെ ശരീരത്തെ കൈക്കൊള്ളുവാനും ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് അനുതാപത്തോടും വിശ്വാസത്തോടും ദൈവത്തിലേക്ക് തിരിയുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. കരുണ നിറഞ്ഞ ദൈവമേ, ഞങ്ങളോട് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നുവെന്ന് പറയുന്നു. ഞങ്ങൾ പ്രകാശത്തിലുള്ള ഞങ്ങൾക്ക് സിംഹാസനത്തിലെങ്കിലും അനുഭവപ്പെട്ടില്ല. യേശുക്രിസ്തുവിൽ നമ്മോട് ഞങ്ങളുടെ സകലപാപങ്ങളും ക്ഷമിക്കണമേ. അങ്ങയുടെ സമാധാനങ്ങളെ ശുദ്ധീകരിക്കണമേ. സഹായിക്കണമേ. സഹായിക്കണം.
സത്യമായി ക്രിസ്തുവിനുള്ള ദൈവത്തിന്റെ കൃപാവഴികളുണ്ട്. അധ്വാനിക്കുന്നവരും ഭാരം ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ട ദൈവം ലോകത്തിൽ ദൈവം നമ്മുടെ ഹൃദയങ്ങൾ പ്രകാശിപ്പിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രപഞ്ചത്തിന്റെ മുഴുവൻ പ്രകാശമായിരിക്കുന്ന ഞങ്ങളുടെ ദൈവം, അങ്ങയുടെ വചനത്താൽ ഞങ്ങൾ ജീവിക്കുകയും ചരിക്കുകയും അശ്രദ്ധം കണ്ടെത്തുകയും ചെയ്യുന്നു. മുൻകാലത്തിൽ അങ്ങയുടെ ദാസരുടെ ഹൃദയങ്ങൾ പ്രകാശിപ്പിച്ചതുപോലെ നിത്യനായ ദൈവമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രോഗ്രാം പെട്ടെന്ന് ഇപ്രകാരം ക്രമീകരിച്ച ഇതിന്റെ നേതൃത്വം കൊടുക്കുന്ന മഹാടയുടെ മിഷൻ ബോർഡിന്റെ ചുമതലവഹിക്കുന്ന നിയമമുള്ള മഹാടയുടെ കോർപ്പറേറ്റ് മാനേജരും ഓഫീസ് അഡ്മിനിസ്ട്രേറ്ററുമായിരിക്കുന്ന ബഹുമാനമുള്ള ഡേവിഡ് ഹാവേലസ്, ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥി സാൽവേഷൻ ആർമി ഡിവിഷന്റെ ഡിവിഷൻ കമാൻഡർ മേജർ ജോസ് മാത്യു അയ്യാറുകൾ, ഈ മഹാടവയുടെ ഓഫീസേഴ്സായി കടന്നു വന്നിട്ടുള്ള പ്രിയമുള്ള ദാനിയേൽ സാറും ജോസ് സാറും, ബഹുമാനമുള്ള ജോസ് കടന്ന് വരും. നിബുജിക്ക് സാറ് സ്ഥലത്തില്ല. ഈ സഭയുടെ ചുമതല വഹിക്കുന്ന മിസ് സ്മിത തമ്പാൻ അവരുകൾ, മഹാടയുടെ വൈദിക ശ്രേഷ്ഠർ, സഭാ ശുശ്രൂഷകർ, സെമിനാരി വിദ്യാർത്ഥികൾ, ശുപാർശ ഉൾപ്പെടെ ഈ ഇടവകയുടെ അംഗങ്ങൾ, സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കും. ഒരു ബിഷപ്പ് എന്ന നിലയിൽ കഴിഞ്ഞ 7 വർഷക്കാലം ദൈവം നടത്തിയ വഴികൾ ഓർക്കുമ്പോൾ ആംഗ്ലിക്കൻ സഭയുടെ ബിഷപ്പിനെ വാഴിക്കുമ്പോഴുള്ള പ്രാർത്ഥന എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലാണ് അപ്പോസ്തലന്മാരുടെ ദൗത്യം ലോകത്തിന് കൊടുക്കുവാൻ ചർച്ച് പ്ലാനിങ്ങിനായി ദൈവം യേശുവിനെ തെരഞ്ഞെടുത്തതുപോലെ, യേശു അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്തതുപോലെ അതേ ദൗത്യമാണ് പകരപ്പെട്ടിരിക്കുന്നതെന്നുള്ള ഭയം എന്നെ എപ്പോഴും തട്ടാറുണ്ട്. അതുകൊണ്ട് ഈ ഭയം തട്ടുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ കൊല്ലപ്പെട്ടാൽ മഹാടവയുടെ ശുശ്രൂഷകൻ എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ ദൈവമേ മരണം വരെ ഈ മഹാടവയ്ക്ക് വേണ്ടി നിൽക്കുവാൻ ദൈവസ്നേഹത്താൽ നിർക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോകുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം, കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ദാവീദിന്റെ മകനായ യോസഫ്, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപാദിതമായ പരിശുദ്ധാത്മാവിനാലാകുന്നു. അഭിമന്യ സാമുവേൽ തിരുമേനി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കൊല്ലക്കൊട്ടാരത്തിലെ മഹാടവക ഈ ആളുകൾ ഇവിടെ വന്നിരുന്നത്, അവർ വിളിച്ചാൽ പോകണം. അടുത്ത വാക്ക് എന്നെ സ്നേഹമുള്ളപ്പോൾ അദ്ദേഹം വിളിക്കുന്ന പേരാണ് എൻ്റെ വീട്ടിലെ പേര് സണ്ണി. സണ്ണിയോടുള്ള ഇഷ്ടം കൊണ്ടല്ല, എനിക്ക് അവരോടുള്ള ഇഷ്ടം കൊണ്ടാണ്.
അദ്ദേഹം മറുപടി ഞാൻ പറഞ്ഞു. തിരുമേനി പറഞ്ഞ ഒരു കാര്യം ഞാൻ അനുസരിക്കാതിരുന്നിട്ടില്ല. ഞാൻ കുറച്ച് മിണ്ടാതിരുന്നവരാണ് ഉണ്ടായിരുന്നു. തിരുമേനി പറഞ്ഞത് ഒന്നും ഞാൻ അനുസരിക്കാതെ ഇരുന്നിട്ടില്ലല്ലോ, അത് മാത്രം ഞാൻ പറഞ്ഞു. ഞാൻ അവിടെ മുട്ടുകുത്തി. ഞാൻ അസൻഷൻ പള്ളിയുടെ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴാണ് തിരുമേനി അവിടുത്തെ മെമ്പറാണ്. തിരുമേനി അവിടെ വൈദികരായിരിക്കുന്ന ആളാണ്. മദീന മഹാടവയിൽ, കൊച്ചിൻ മഹാടവയിൽ, മലബാർ മഹാടവയിൽ ഈ ശുശ്രൂഷയിലെ ആളുകൾ എന്നെ ഉത്സാഹിപ്പിച്ചപ്പോൾ ഒന്നും ദൈവം സംസാരിക്കാത്ത ഒരു സംസാരം എന്നോട് ഇവിടെ സംസാരിച്ചു. അതുകൊണ്ടാണ് അവിടെ ഞാൻ ഇവിടെ വരെ എത്തി. പുറകോട്ട് നോക്കിയാൽ ഒത്തിരി 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 അർഹതയില്ലാത്ത അനുഗ്രഹങ്ങൾ ഒറ്റ വാക്കിൽ ഞാൻ അവിടെ കൊണ്ട് തീർക്കുകയാണ്. ഒരർഹതയില്ലാത്ത അനുഗ്രഹങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ കാലങ്ങളിൽ വഴി നടത്തിയത് എന്നൊരു സാക്ഷ്യം പോലെ പറയുമ്പോൾ, കേരളത്തിന്റെ പ്രഥമ മലയാളി ബിഷപ്പാണ്, ക്രിസ്ത്യൻ സഭയുടെ പ്രഥമ പ്രിസൈഡിംഗ് ബിഷപ്പാണ് ജേക്കബ് തിരുമേനി. ഒരു ഉപദേശിയുടെ മകനായി ജനിച്ച് CSI പാസനേജിൽ ജനിച്ച് അന്ന് ടീച്ചർമാരെ സാറെന്ന് വിളിക്കുന്ന കാലത്ത് ഒരു സാറിൻ്റെയും ഉപദേശിയുടെയും മകനായി ജനിച്ച് ശുശ്രൂഷകളിൽ ദൈവകൃപയോടെ ദൈവം നിലനിർത്തി ജേക്കബ് തിരുമേനിയെ സ്ഥാനപ്പെട്ട് ജോൺ തിരുമേനിയെ കൺഫർമേഷൻ സ്വീകരിച്ച് ജോസഫ് തിരുമേനിയെ വിവാഹം കൊച്ചുമോളെ വിവാഹം ചെയ്യാൻ സാധിച്ച് ദൈവം ഡയന, ലിഡ, ലീന എന്നീ 3 കുഞ്ഞുങ്ങളെ നൽകി. സിബിച്ചൻ, ഫിലിപ്പ് എന്നീ മരുമക്കളെ നൽകി. ഡയന, ജോർജ് എന്നീ 2 കൊച്ചുമക്കളെ നൽകി. തീക്കനൽ എന്ന ഒരു ശുശ്രൂഷ 2013 ആരംഭിക്കുമ്പോൾ അഭിനന്ദിയ MC മാണി തിരുമേനിയാൽ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ആഹ്വാനം ഡീക്കൻ ഓർഡിനേഷനും പ്രസ്ബിറ്റർ ഓർഡിനേഷനും ലഭിച്ചു. സാമേറ്റ് തിരുമേനിയാൽ ഇപ്പോൾ പാർക്കൊണ്ടിരിക്കുന്ന ഭവനം 1997 ഉദാശ ചെയ്യപ്പെട്ടു. എന്നെ ധാരാളം രീതികളിലേക്ക് വളർത്തി, പഠിക്കാൻ വിദേശത്തേക്ക് അയച്ചു. അതിൻ്റെ പൂർണ്ണ അംഗീകാരം നൽകി പഠനത്തിൽ പ്രോത്സാഹിപ്പിച്ച തോമസ് സാമുവൽ തിരുമേനി, അതേ തുടർന്ന് എന്നോടൊപ്പം പാനലിലെത്തി തോമസ് കെ ഉമ്മൻ തിരുമേനി, കൈക്ക് പിടിച്ചുയർത്തി അദ്മായ ഫെലോഷിപ്പിന്റെ വൈസ് പ്രസിഡന്റ് എന്ന ചുമതലയും നാഷണൽ ബോർഡ് സെക്രട്ടറി എന്ന ചുമതലയും വൈദിക സെക്രട്ടറി എന്ന ചുമതലയും എന്നുള്ള ചുമതലയും CSI കൊല്ലം കൊട്ടാരക്കര മഹാദേവിയുടെ പ്രഥമ ബിഷപ്പ് എന്ന ചുമതലയും നടത്തി. പുറകോട്ട് നോക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ധാരാളം ആളുകൾ, എന്റെ ജനനം മുതൽ ഈ സമയം വരെ പ്രവർത്തിച്ച ധാരാളം പേരുണ്ട്. അപ്പോൾ ഈ ജീവിതത്തിന്റെ വെല്ലുവിളികളെ പറ്റി പുറകോട്ട് നോക്കുമ്പോൾ ഈ ശബ്ദത്തിന്റെ മുമ്പിൽ ഇന്നും ദൈവം സംസാരിക്കുന്ന ഈ ശബ്ദത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കണ്ണമൂല വൈദിക സഭയിൽ ചേർന്ന്
ഒരു BTS വിദ്യാർത്ഥിയായി ചേർന്ന് BD പഠനം കഴിഞ്ഞ് ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിലെ മൊഹാമിക് തിയോളജിക്കൽ സെമിനാരിയിൽ നിന്നും ലീഡർഷിപ്പിലുള്ള ഡോക്ടറേറ്റ് ലഭിക്കുമ്പോൾ കണ്ണമൂല വൈദിക സെമിനാരിയുടെ ചെയർമാനാവുമെന്ന് ഞാൻ ഒരിക്കലും പോലും പ്രതീക്ഷിക്കുന്നില്ല. അർഹതയില്ലാത്ത അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ധാരാളം പേരോട് കടപ്പെട്ടിരിക്കുന്നു. അവർക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ള ഏകമായിട്ടുള്ള സ്നേഹമല്ലാതെ മറ്റൊന്നുമില്ല. അത് ഇവിടെ വായിച്ചു കേട്ട വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇതിൽ വിവിധ സ്നേഹമാണെന്ന് വിശുദ്ധ പൗലോസ് പഠിപ്പിച്ചു. കൊരിന്ത്യർ സഭയോട് പറയുകയാണ് സ്നേഹമാണ് വലുത്. വിശ്വസിക്കാം ഒത്തിരി കാര്യങ്ങൾ പ്രത്യാശിക്കാം. എന്നാൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ കാര്യം സ്നേഹമാണ്. ഇത് പ്രാക്ടീസ് ചെയ്യാൻ വലിയ പാടുള്ള കാര്യമാണ്. പറയാൻ സുഖമാണ്, കേൾക്കാനും ഉപകരമാണ്. അത് പ്രാക്ടീസ് ചെയ്തെടുക്കാൻ വലിയ വിഷമമുള്ള കാര്യമാണ്. കാരണം ഇവിടെ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്ത് ഗൂഢമായി ആ യോസഫ് വിശുദ്ധ കന്യാമറിയത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചപ്പോൾ ദാവീദിന്റെ സന്തതിയിൽ നിന്ന് യോസഫിന് മകനായി യേശു പിറക്കണമെന്നുള്ളത് ദൈവത്തിന്റെ നിശ്ചയമാണ്. അതുകൊണ്ട് വിമർശനങ്ങൾക്ക് അതീതമായി വിമർശനങ്ങളെ പേടിച്ചാണ് യോസഫ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഈ വിമർശനങ്ങൾക്ക് അതീതമായി ദൈവശബ്ദം കേട്ടപ്പോൾ അനുസരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ഓർമ്മിക്കുവാനുള്ളത്, ദൈവം നിങ്ങളോട് സംസാരിക്കുമ്പോൾ അത് ദൈവശബ്ദമാണെങ്കിൽ അതനുസരിച്ച് കൊള്ളണം. എന്റെ ഭയം വർദ്ധിക്കുകയാണ്. എന്റെ സ്നേഹമല്ല വർദ്ധിക്കുന്നത്, എന്റെ ഭയം വർദ്ധിക്കുകയാണ്. ദക്ഷിണേന്ത്യ സഭയോട്, ദക്ഷിണേന്ത്യൻ സഭകളോട്, ലോകരാജ്യങ്ങളോട്. കാരണം ലഭിച്ചിരിക്കുന്ന പല അർഹതയില്ലാത്ത അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ ദൈവനോട് സംസാരിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് അലങ്കാരമല്ല. അധികാരം വിനിയോഗിക്കാനുള്ളതാണ്. അലങ്കാരമായാൽ അത് ആകൃതിയായി തീരും, വിനിയോഗിച്ചാൽ അത് അനുഗ്രഹമായി. രണ്ടാമതായി ദൈവാത്മാവ് എന്നോട് ഇന്ന് ധ്യാനത്തിൽ സംസാരിച്ചത് 2 ദിനവൃത്താന്ത പുസ്തകത്തിന്റെ 20-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. How great is he! ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, ആർക്കും എതിർപ്പാൻ കഴിയാത്ത ശക്തി ഇതിലേക്കുണ്ടല്ലോ. നീയാണല്ലോ എന്റെ ദൈവം. ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ വിമർശനങ്ങളെ ഭയന്നോ പ്രയോജനപ്പെടുത്തുവാനായിട്ട് നമുക്ക് അസാധ്യം. കാരണം നമ്മുടെ ദൈവം ശക്തനായ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. നമ്മൾക്ക് ദൈവം നൽകുന്ന അവസരങ്ങൾ, ഏതെല്ലാം അവസരങ്ങളുണ്ടോ അത് ഉപയോഗിക്കാം. 3 വളരെ ഭയാനകമായ ഒരു കാര്യമാണ് ദൈവം എന്നെ കാണിച്ചു തന്നത്. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 2 ശമൂവേൽ 1-ാം അധ്യായത്തിന്റെ 1-ാം പാഠഭാഗമായി വായിച്ചു കേട്ടതാണ്. അത് the song of the bow, the reaction of Saul's death. 2 ശമൂവേൽ 1-ാം അധ്യായത്തിന്റെ
1 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ മുഴുവൻ ശൗലിന്റെ മകൻ യോനാഥാൻ മരിച്ചപ്പോൾ ശൗലിന്റെ മരണം ദാവീദ് രാജാവിന് സഹിക്കാൻ കഴിഞ്ഞില്ല. ദൈവം ശമൂവേലിനെ കൊണ്ട് അഭിഷേകം ചെയ്ത വലിയ രാജാവായിരുന്നു ശൗൽ രാജാവ്. ശൗലിന്റെ വെട്ടത്ത് നിൽക്കാൻ യോഗ്യതയില്ല ഈ ദാവീദ് രാജാവ്. അത്രമാത്രം സുന്ദരനാണ് ശൗല്. അത്രമാത്രം സാഹചര്യങ്ങളുണ്ട്, സെറ്റപ്പുകളെല്ലാം ഉണ്ട്. എന്നാൽ തന്നിലുള്ള ദൈവകൃപ പോയപ്പോൾ താനൊരു ഭ്രാന്തനായി മാറുകയാണ്. ഒരു ശുശ്രൂഷകൻ അഹങ്കാരിയായ അവനെ ദൈവം തടയും. ഒരു ശുശ്രൂഷകന് വേണ്ടത് ഏറ്റവും അധികം വിനയമാണ് വേണ്ടത്. ദാവീദ് രാജാവിന് ദാവീദിനെ കൊല്ലാൻ നടക്കുകയാണ് ശൗല്. പക്ഷെ ശൗലിനെ കൊല്ലണമെന്ന് വന്നവനെ ദാവീദ് അഭിഷക്തനെ തുടരുത്, അഭിഷക്തന്മാരെ തുടരുത്. വേണ്ടത് പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടാൽ എല്ലാം പോയി. പരിശുദ്ധാത്മാവ് പോയാൽ ഒരു മനുഷ്യനൊന്നുമില്ലെന്നോ. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും വരങ്ങളും പോയാൽ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ജ്ഞാനം, പരിജ്ഞാനം, വിശ്വാസം, രോഗശാന്തി, വീര്യപ്രവൃത്തികൾ, വിവേചനം, വെളിപ്പാടുകൾ, ഭാഷകളുടെ വ്യാഖ്യാനം. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും വരങ്ങളും ഇല്ലാത്ത ഒരു ശുശ്രൂഷ യേശു കർത്താവിന്റെ ശുശ്രൂഷയാണ്. കർത്താവ് സ്ഥാപിച്ച ശുശ്രൂഷകൾ കർത്താവിന്റെ നസ്രത്ത് മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചിരിക്കുന്നത് ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാൻ യഹോവയുടെ ആത്മാവ് എന്റെ മേലുണ്ട്. ലീഡർഷിപ്പ് പലതുണ്ട്. ആൽമറിൽ ലീഡർഷിപ്പ് ഉണ്ട്. ആര് വളരും, ലീഡർ വലിയ ആളായി തീരും. അതിൽ ഒറ്റ ഒരുത്തനെ വളർത്തുക. പിന്നൊരു ലീഡർഷിപ്പ് ഉണ്ട്. ജാക്സോൺ ട്രീ, ചക്ക, പ്ലാവ് നല്ലതാണ്. പ്ലാവെല്ലാം ഉണ്ട്. പക്ഷെ ഈ ചക്ക താഴോട്ട് വീണ അതിന്റെ കീഴിലും ആരും വളരുകയില്ല. ചിലത് കീഴുമാവും, ചിലത് വല്ലവരുടെ തലയിലും. എന്നാൽ ബനാന ടൈപ്പ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ തള്ളവാഴ കൊലയ്ക്കും, വിത്തുകൾ കൊടുക്കും. വിത്ത് കൊള്ളുകയാത്തത് നല്ലത് കാണും. ആ വാഴ അതാണ് ലീഡർഷിപ്പ്. അതാണ് ലീഡർ. ഈ മഹാടവക പുറകോട്ട് തിരിഞ്ഞ് നോക്കിയാൽ 2015 ഏപ്രിൽ 9 ഒരു ഡിക്ലെയർ ചെയ്യുന്ന സെക്കൻഡിൽ ഞാൻ കൊണ്ടുവന്ന കോട്ടയത്തിന്റെ സെക്രട്ടറി മെമ്പറായി. ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഈ മഹാടവകയുടെ ഒപ്പം തന്നെയാണ് കൊച്ചിൻ മഹാടകയും മലബാർ മഹാടകയും നോർത്ത് കേരള വിഭജിച്ചു. കൊല്ലപ്പെടാതെ മാറി വീണ് ഒരുപാട് പാടി പ്രാർത്ഥിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ശ്രീരംഗങ്ങളെല്ലാം കൂടി എനിക്ക് ആരും കിട്ടില്ല. പാടിയ പാട്ട് എനിക്കറിയാം. കരുണ നിറഞ്ഞ കണ്ണുള്ളവനവൻ. 25 വർഷത്തെ പ്രാർത്ഥനാ ഫലമായി ലഭിച്ച ഒരു മഹാടകയാണെന്നാണ് അന്ന് പാടിയത്. സ്തുതിപ്പിൻ യേശു ദേവനെ എന്നുള്ള പാട്ട്. നിങ്ങൾ ആരെ സ്നേഹിക്കുന്നെന്നോ ആരെ സ്നേഹിക്കുന്നില്ലെന്നോ ഇതൊന്നും എന്റെ വിഷയം. അത് ഞാൻ ഓർക്കുന്നു. അവിടെ
ഈ ദാവീദ് രാജാവിന്റെ മനോഭാവമായിരിക്കും. തന്റെ ശത്രുവിനെ തകർക്കാനല്ല, ശത്രു നഷ്ടപ്പെടരുത്. അതുകൊണ്ട് 59 നിന്നും 65 ഛത്തീസ്ഗഡ് മിഷൻ ബില്ലിൽ നിന്നും മധ്യപ്രദേശ്, ഋഷികേശ്, ഹരിദ്വാർ, വിദേശത്ത് നാലവൈദികർ ധാരാളം പേർക്ക് പോകാനുള്ള അവസരമുണ്ട്. ദൈവാസനത്തിൽ ഇന്നും ഇതിൽ ഭാഗമായി മുന്നോട്ട് പോകുമ്പോൾ പണ്ടും യാതൊരു അധികാരവും ഇന്നും ഞാൻ കാണിച്ചിട്ടില്ല. ഇന്നും അത് കാണിക്കാതെ പോകാനും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ഭയം വർദ്ധിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് വിമർശനങ്ങൾക്ക് അധീനമായി ദൈവത്തിന്റെ ശക്തി പരിശുദ്ധാത്മാവ് ശക്തി നഷ്ടപ്പെടുത്താതെ നാലാമതായി കാണിച്ചു തന്നത് ദൈവമക്കൾ സന്തോഷിക്കേണ്ടവരാണ്. ഞാൻ സന്തോഷിക്കേണ്ടവരാണ്. യെശയ്യാ 58:13 പറയുന്നു, കർത്താവിൽ ഞാൻ സന്തോഷിക്കുന്നു. സങ്കീർത്തനം 40:8 പറയുന്നു, കർത്താവിന്റെ ഹിതത്തിൽ സന്തോഷിക്കണം. കർത്താവിന്റെ ഹിതത്തിൽ, കർത്താവിന്റെ ഹിതം എങ്ങനെയാണെന്ന് അറിയില്ല. മൂന്നാമതായി സങ്കീർത്തനം 119:24 പറയുന്നു, വചനത്തിൽ സന്തോഷിക്കണം. സങ്കീർത്തനം 37:11 പറയുന്നു, ദൈവിക സമൃദ്ധിയിൽ സന്തോഷിക്കണം. ഉത്തമഗീതം 2:3 പറയുന്നു, ദൈവിക സംരക്ഷണത്തിൽ സന്തോഷിക്കണം. ഇയ്യോബിന്റെ പുസ്തകം 22:21 മുതൽ 30 വരെയുള്ള വാക്യത്തിൽ പറയുന്നു, ദൈവിക സൗഹൃദത്തിൽ സന്തോഷിക്കണം. സന്തോഷമായിരിക്കണം നിന്നിലുള്ളത്. നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും അരമനകളിൽ സ്വൈര്യമുണ്ടെങ്കിൽ മാത്രമേ സന്തോഷിക്കാൻ സാധിക്കൂ. എന്റെ മാതാപിതാക്കളെ സ്മരിക്കാതെ പോയാൽ തികച്ചും തെറ്റായി. വൈദികനാകാൻ സെക്രട്ടറി അച്ഛൻ അന്നത്തെ ജോൺസൺ ജോർജ് ആവശ്യപ്പെട്ടു. വീട്ടിൽ ചെന്ന് എന്റെ മാതാവിനോട് ഞാൻ പറഞ്ഞു, അമ്മച്ചി എന്നെ അച്ഛനാകാൻ വിളിക്കുന്നു. അന്ന് ഞാൻ ചെയ്യുന്ന ജോലിയിൽ ഞാൻ ഇൻകം ടാക്സ് കൊടുക്കുന്നു. അമ്മച്ചി പറഞ്ഞു, നിന്റെ ഒത്തിരി ഞാൻ കഷ്ടപ്പെട്ടു. നിന്റെ മൂത്ത പെങ്ങളെ ഞങ്ങൾ അച്ഛനെ കൊണ്ട് കിട്ടിച്ചു. അച്ഛൻ ബിഷപ്പായി ഒത്തിരി കഷ്ടം ഞാൻ അനുഭവിച്ചു. എന്റെ ചേട്ടൻ അച്ഛനായി. അച്ഛൻ്റെ കൂടെ ഞാൻ താമസിച്ചു പോയി. അവരുടെ കഷ്ടങ്ങളെല്ലാം ഞാൻ കേട്ടു. നിന്നോട് കേൾക്കാൻ എനിക്ക് വയ്യ. കൃത്യം പിറ്റേ വർഷം അമ്മശേഖരൻ മരണപ്പെട്ടു. അപ്പോൾ എനിക്ക് സെമിനാരി പോകാൻ സ്വർഗത്തിൽ സന്തോഷിക്കുന്നു. എന്റെ പിതാവിനോട് ഞാൻ ചോദിച്ചു, അച്ഛനാകാൻ ഇങ്ങനെ പറയുന്ന അമ്മച്ചാറ എന്ന് പറയുന്നു. ഒരു സുവിശേഷകനാകുന്ന നല്ലത്, പിന്നെ മക്കൾക്ക് നല്ലത് അച്ഛനാണ്. CMS കോളേജിൽ ഒത്തിരി സ്കൂളുമുള്ള നല്ല ജോലി. പിന്നെ സുവിശേഷകനാകുന്നത് നല്ലതെന്ന് പറഞ്ഞാൽ കൺവെൻഷൻ പ്രസംഗങ്ങൾക്ക് ഒരു ഗുണമുണ്ട്. അവർക്ക് സ്റ്റേജിൽ നിന്നോട് മുൻപ് പ്രസംഗം വിമർശിക്കും. എന്നാൽ ഈ ശുശ്രൂഷ അത്ര പാടാണ്, അത്ര സുഖമുള്ളതല്ല. ദൈവസന്നിധിയിൽ താഴ്ന്ന ഈ 7-ാം വർഷം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ തികച്ചും ദൈവം മുൻപാകെ വിനയത്തോടെ നിൽക്കുമ്പോൾ ഇതിനു മുന്നിൽ കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ച എല്ലാവരോടുമുള്ള നന്ദി അർപ്പിച്ചുകൊണ്ട് വിമർശനങ്ങൾക്ക് അതീതമായി ദൈവത്തിന്റെ ശക്തി ലഭിച്ചു
ദാവീദ് രാജാവ് ശൗലിന്റെയും യോനാഥാന്റെയും മരണത്തിൽ വിലാപഗാനം പാടിയതുപോലെ സന്തോഷിക്കുന്ന ദൈവമക്കൾ എങ്ങനെ സന്തോഷിക്കണമെന്ന് ചിന്തിച്ചു. ഇന്നത്തെ സങ്കീർത്തന ഭാഗത്ത് നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും അരമനകളിൽ സ്വൈര്യവും ഏതവസ്ഥയും സ്വൈര്യമായി തീരുവാൻ പ്രോസ്പെരിറ്റി ആൻഡ് പീസ് അത് പ്രാപിച്ചുകൊണ്ട് രണ്ടാം പാഠഭാഗത്ത് വായിച്ച ആ സ്നേഹം പങ്കുവെച്ചുകൊണ്ട് അതൊരിടത്ത് ഇരിക്കാനുള്ളതല്ല, അത് പങ്കുവയ്ക്കാനുള്ളതാണ്. ഹെൽപ്പ് ദ നീഡി എന്നുള്ള ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആ മുഖമന്ത്രി മുൻപോട്ട് പോകുമ്പോൾ ദൈവം നടത്തുന്ന വഴികളിൽ മുൻപോട്ട് പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കും. കോവിഡ് കാലത്ത് ആരംഭിച്ച അനുഭവിച്ചിരിക്കുന്ന നിർബന്ധമുണ്ട്. നിഷാന്ത് എടുത്ത ആദ്യ വീഡിയോ അന്ന് 2020 മാർച്ച് 19 രചിക്കുന്നത്. ഇന്ന് ഈ വർഷവും ഇത് ചെയ്യുമ്പോൾ, ഇന്നത്തെ ദിവസവും ഇത് പ്രസംഗിക്കുമ്പോൾ 5 മിനിറ്റെങ്കിലും പ്രസംഗിക്കാൻ കാണുമ്പോൾ കേൾക്കുമ്പോൾ അത് എനിക്കുള്ള ഞാനതിനെ ഏറ്റെടുക്കാറുണ്ട്. പ്രസിദ്ധിക്ക് വേണ്ടിയോ പരസ്യത്തിന് വേണ്ടിയോ ഒന്നുമല്ല. എല്ലാ ദിനങ്ങളിലും ആ ദൂരം കേട്ടാണ് ഞാൻ ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പറഞ്ഞത് തന്നെ യഹോവയുടെ ആത്മാവിന്റെ മേൽ വന്നപ്പോൾ അത് കത്തന്മാർക്കുള്ളിലും ദൂരന്മാർക്ക് കാഴ്ചയും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിക്കാനുള്ള ആത്മാവ് യേശു കർത്താവിന്റെ മേൽ വന്നതാണ്. യേശു കർത്താവ് അപ്പോസ്തലന്മാരിൽ കൊടുത്തതാണ് എന്നെയും ഒരു ബിഷപ്പാക്കി തീർത്തത്. ദക്ഷിണേന്ത്യ സഭയുടെ ബിഷപ്പ് എന്ന ഒരു വലിയ സ്ഥാനവും മാനവും അതിനെ ഒരു അലങ്കാരമാക്കിയാൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിനെ അത്രമാത്രം ആർക്കെല്ലാം പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. അതിൻ്റെ ഏറ്റം വരെ എത്തുവാൻ സഹായിക്കണമെന്നുള്ള പ്രാർത്ഥനയോട് മുന്നേറുമ്പോൾ ഇതിനുവേണ്ടി ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ ക്രമീകരണം ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും വയക്കൽ ഇടവകയോടും ഇന്ന് കടന്നു വന്നവരോടും വിശേഷ കോട്ടയോടും ഇവിടെ സന്നിധിയിലായിരിക്കുന്ന മഹായുടെ ഓഫീസേഴ്സ് ആയിട്ടുള്ള ജോസഫ് ദേശനോടും ഇതിവിടെ ഇല്ലായിരിക്കുന്ന സാറിനോടും ദാനിയൽ സാറിനോടും ജോസ് സാറിനോടും മഹായുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളോടും സിനോടും കൗൺസിലറോടും വൈദികരോടും സഭാ സദസ്യരോടും മിഷണന്മാരോടും ജനങ്ങളോടും ചേർന്ന് ഞാൻ ഇവരുടെ കുടുംബവും നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നു. കാരണം ദൈവത്തെ ഭയന്ന്, ദൈവത്തെ പേടിച്ച് ദൈവികമായ യാത്രയിൽ ആ മോശ കണ്ട ആ ആത്മാവിൽ മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ദൈവികമായ സ്ഥിതിയിൽ ദൈവത്തെ സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും അടുത്ത സുഹൃത്തായ കഴിഞ്ഞ സെപ്റ്റംബർ മാസം 10-ാം തീയതി എന്നോടുകൂടി ഉണ്ടായിരുന്ന ഹയർ സെക്കൻഡറി അധ്യാപകനും കൂടി ആയിരിക്കുന്ന ബഹുമാനോട് ജോഹാൻ സാർ മുന്നോട്ട് വന്ന ഐക്യന്റെ മുമ്പിൽ ഇന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുവാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ ജനമായി ചൊല്ലി വിളിച്ച ഗോത്രങ്ങളായി ദൈവമേ സന്നിധിയിൽ നീ ഞങ്ങളെ കൂട്ടുവരുത്തിയില്ല. പ്രിയമുള്ള ഉമ്മൻ ജോർജ് ബിഷപ്പിനായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ എൻ്റെ സഭയെ നയിപ്പാൻ ഭയത്തോടുകൂടി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് നിന്റെ മകനിലൂടെ നീ കേൾപ്പിച്ചു.
ഭയത്തോടെ ജാഗരിപ്പാൻ നിന്റെ മകനെ നീ കൂട്ടിച്ചേർന്നല്ലോ. ആ ഭയം ഞങ്ങളിലേക്ക് അമിതമായിട്ട് ജാഗരിപ്പാൻ തക്കണം. നിന്റെ പരിശുദ്ധാത്മായുടെ അധിവാസമില്ലെങ്കിൽ ഞങ്ങൾ ഏതുമില്ല എന്ന് ഞങ്ങളെ കേൾപ്പിച്ചു. ഈ ശക്തമായ പരിശുദ്ധ രൂപയുടെ അധിവാസം നിന്റെ മകനിലൂടെ തീക്കനിലൂടെ ലോകത്തിന്റെ നെറുകയിൽ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവസത്തിനായി ഞാൻ നന്ദിയോടെ സ്തോത്രിച്ചു. കർത്താവേ, അടിയനിൽ നിന്ന് ഈ ജനത്തോട് കൂടെ അയക്കുവാൻ നിന്റെ ജനത്തിന്റെ സന്നിധിയിലായിപ്പാടുന്ന അനുഗ്രഹീതമായ അവസരത്തിനായി സ്തുതി. ഞങ്ങളുടെ ദൈവമേ, നീ മനുഷ്യരെ പിടിക്കുന്നവരാക്കാൻ വിളിച്ചു. നീ മനുഷ്യരെ പിടിക്കുന്നവരാക്കുവാൻ വിളിച്ച നിന്റെ ശുശ്രൂഷകന്മാരും നിന്റെ വലിയ വിദ്യാർത്ഥികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. വള്ളവും വലയും ഉപേക്ഷിച്ച് എവിടേക്ക് പോകുന്നുവെന്ന് നീ വിളിച്ചപ്പോൾ ഞങ്ങളും നിന്നോട് കൂടെ പോരുന്നുവെന്ന് അത്തിവൃക്ഷത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ തന്നെ നിന്നെ ഞാൻ കണ്ടിരിക്കുന്നുവെന്ന് പറഞ്ഞ ദൈവമേ, തന്റെ പുത്രനിലൂടെ ലോകത്തെ സ്നേഹിച്ച കർത്താവേ, ഈ വൈദിക ശ്രേഷ്ഠരെ, ഈ വൈദിക വിദ്യാർത്ഥികളെ ഈ ദേശത്ത് കൊല്ലം കൊട്ടാരക്കര ഭദ്രാസനത്തിന്റെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി ആത്മഹത്യയിൽ നിന്ന്, കോപത്തിൽ നിന്ന്, കാപട്യത്തിൽ നിന്ന് പരിശുദ്ധമായി ഇല്ലാതാക്കുന്ന എല്ലാ പ്രവർത്തനത്തിലും നിന്റെ ജനത്തെ വേർതിരിച്ച് അവരെ ഗോത്രമായി ഈ മരുഭൂയാത്രയിൽ നടത്തുവാൻ അവരെ പ്രാപ്തരാക്കുന്ന നല്ല വൈദികരാക്കി തീർക്കണം. നീ ദരിദ്രന്മാരോടും ബദ്ധന്മാരോടും ഇടപെട്ട് തീർക്കാവും. ഈ കുളത്തിന്റെ കരയിൽ വീണ്ടും സൗഖ്യമാക്കുവാൻ, വെള്ളം കലങ്ങുന്നതിന് മുമ്പേ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവം, നിന്റെ കണ്ണിനെ കാഴ്ച നൽകുന്ന ഒരു ദൈവം കർത്താവേ, വൈകൽ ദേശത്ത് ഈ ജനത്തിനെ കാഴ്ച നൽകണം. വൈകൽ ദേശത്തെ ജനത്തിന്റെ കുറവുകളെ കർത്താവെ നീ അവിടുന്ന് ഉള്ളം കയ്യിലെടുത്ത് ഈ ജനത്തിന്റെ കുറവുകൾക്ക് കാഴ്ച നൽകണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്താവെ, കഴിഞ്ഞ കാലങ്ങളിൽ തലമുറയായി നീ ദേശത്ത് നിർത്തി ദൈവം കർത്താവെ, കേരളം ഇരുണ്ട ജാതികളുടെ സ്പർദ്ധയിലിരുന്നപ്പോൾ കർത്താവെ, മനുഷ്യനായി പോലും കണ്ടില്ലാത്ത കാലത്ത് കർത്താവെ, വേദപുസ്തകത്തിന്റെ സുവിശേഷത്തിന്റെ ദീപ്തി നിന്റെ ജനത്തിന് നൽകിയത് സ്വീകരിച്ചവരുടെ തലമുറകളാണ് ഞങ്ങളെന്ന് അവർ സ്വീകരിക്കാൻ തക്കോണം, ആത്മാവിൽ അതിൽ ഉൾക്കൊള്ളുവാൻ തക്കോണം. കർത്താവെ, ഞങ്ങളെ കണ്ടിട്ടില്ലാത്ത ദേശത്ത് ദൈവത്തിന്റെ ദർശനം, കർത്താവിന്റെ ജീവൻ ഞങ്ങളെ കണ്ടു. ഞങ്ങളുടെ പിതാക്കന്മാരെ വിളിച്ചു, ഞങ്ങളുടെ പിതാക്കന്മാരെ ശബ്ദം കേട്ട് ഒരാട്ടിൻകൂട്ടവും ഒരിടയനുമായി ഞങ്ങൾ ഇറങ്ങി തിരിച്ചു. ഞങ്ങളെ വഴിയിലെങ്കിൽ ഉപേക്ഷിക്കുന്ന ദൈവമല്ല, ഞങ്ങളെ വഴിയരികിൽ നിർത്തിയിട്ട് പോകുന്ന ഒരു ഇടയനുമല്ല. വേർതിരിൽ വിളിച്ച് കാണാതെ പോയ ഒന്നിനെയും കൂടെ കൂട്ടിച്ചേർത്ത് ആ വലിയ സന്തോഷത്തിൽ 100 ആടുകളോടൊപ്പം ആ ഇടയന്റെ ശബ്ദം കേൾക്കുന്ന ദൈവം, ആ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പൂർവികരെ കഷ്ടതയിൽ, പ്രയാസങ്ങൾ, നിലനിൽപ്പുകളിൽ, പട്ടിണിയിൽ, രോഗങ്ങളുടെ മധ്യത്തിൽ നിലനിർത്തിയ ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിലനിർത്തി വൈകൽ ദേശത്ത് ഞങ്ങൾക്കൊരു കൊടിയുയർത്തും എന്ന് ലഭിക്കുന്നതായ വലിയ സന്തോഷത്തിനായി കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട തലമുറയായിരിക്കാൻ വൈകൽ ദേശത്ത് വീണ്ടും വന്ന് ആരാധിപ്പാൻ കർത്താവെ, വീണ്ടും ഞങ്ങളുടെ കടന്നു വരുവാൻ ദൈവം അനുഗ്രഹിക്കണം. 3 ഘട്ടങ്ങളിലായി പ്രാർത്ഥിച്ച ഈ വിഷയങ്ങൾ കർത്താവെ ജനത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. ഈ വൈദികരെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാൻ സമർപ്പിക്കുന്നു. കർത്താവെ, ശ്രേഷ്ഠ ഇടവനെ ബിഷപ്പിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. താലന്തുകളുടെ ഗുണഭൂമിയാക്കിയ മനുഷ്യനെ നിലനിൽക്കുന്നത് കാണാം. ദൈവമേ, പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും ദൈവത്തിന്റെ കൃപ വ്യാപരിച്ച് അനുഗ്രഹിക്കണമേ. അവിടുത്തെ അവസാനം ഉണ്ടാകില്ല. ആരാധിക്കപ്പെടുന്നവരും പ്രവാചകരെ കൊണ്ട് സംസാരിച്ചവരുമായ വിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. പ്രാഥമിക അപ്പോസ്തലികമായ വിശ്വസിക്കുന്നു. പാപത്തിലേക്ക് വിശ്വസിക്കുന്നു. മനുഷ്യരുടെ പുനരുദ്ധാനത്തിനും ഒരുപാട് ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു.
ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവും കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. എല്ലാ സഹോദരി സഹോദരന്മാരൊത്തിലും വിശ്വസിക്കുന്ന ദൃശ്യവും എത്ര മനോഹരമാവുന്ന പോകുന്നാവുന്നവരായി നാം ശരീരമാവും. നാം എല്ലാവരും ആ ഒരേ പതിൽ അംശികളിലാകുന്നുവല്ലോ. ശേഷം അപ്രകാരം തന്നെ സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു പറഞ്ഞത് നിങ്ങളെല്ലാവരും കൊടുക്കും. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിനായി ചെറിയപ്പെടുന്ന പുതിയ നിയമത്തിൽ നല്ല രക്തമാകുന്നു. ഇതിനെ നിങ്ങൾ കുടിക്കുമ്പോഴേ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നമുക്ക് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഏറ്റവും സ്നേഹബഹുമാനമുള്ള നമ്മുടെ കൊല്ലംകൊട്ടാരക്കര മഹായിടവയുടെ പ്രഥമ ഇടയ സെഷൻ തിരുമേനിയുടെ കോൺസെക്രേഷന്റെ 7ാം വാർഷിക ദിനമാണെന്ന് 8ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. അതിന്റെ ഭാഗമായി നടത്തപ്പെട്ട ഈ തിരുവത്താഴ ആരാധനയും സ്തോത്ര പ്രാർത്ഥനയും സംബന്ധിക്കുന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മുടെ ഈ മീറ്റിംഗ് ഇത് നടത്തേണ്ടത് ഒരു അത്യാവശ്യം തന്നെയാണ്. കാരണം നമ്മുടെ മഹായിടവയുടെ ഇടയ സ്റ്റേഷന്റെ പട്ടാഭിഷേകം അല്ലെങ്കിൽ മേൽപ്പട്ടത്തോ സൃഷ്ടിയിലേക്ക് പ്രവേശിക്കുന്ന ദിവസം നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കഴിഞ്ഞ വെള്ളിയാഴ്ച കൈതക്കുഴി സഭയിലെ ആരാധനയ്ക്ക് ബഹുമാനമുള്ള സന്യാസിയോടൊപ്പം പങ്കെടുത്തപ്പോൾ അവിടെ വെച്ച് പറയാൻ ഓർത്തിട്ട് മറന്നുപോയി. പക്ഷേ വീട്ടിൽ ചെന്നിട്ട് ഞാൻ തിരുമേനി വിളിച്ചു. തിരുമേനി, ഈ കോൺസെക്രേഷൻ ഡേയിൽ എന്തെങ്കിലും മറ്റ് പ്രോഗ്രാമുകൾ ക്രമീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്താണ് കാര്യം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നമ്മുടെ വൈക്കൽ ധ്യാനം 10-ാം തീയതിയാണ്. അന്നത് ഈ ധ്യാനത്തിൽ ഉണ്ടാകുന്നത് സന്തോഷമാണ് എന്ന് തിരുമേനിയോട് സൂചിപ്പിച്ചപ്പോൾ അല്പസമയം ഒന്ന് ആലോചിച്ചിട്ട് ഉടൻ തന്നെ തിരിച്ചു പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ പങ്കെടുക്കാം. വേറെ ഒരു പ്രോഗ്രാം ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. രാവിലെ തിരുമേനി വന്നപ്പോൾ എൻ്റെ ഡയറി കാണിച്ചു. അതിനകത്ത് ക്വസ്റ്റ്യൻ മാർക്ക് മാത്രം ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ദൈവനിയോഗമാണ് ഇതെന്ന് ഞാൻ പൂർണ്ണമായി അറിയുന്നു. ഇന്നത്തെ ഈ മീറ്റിംഗ് ഇങ്ങനെ ഒരു ക്രമീകരണപ്പോൾ തിരുമേനി വരാമെന്ന് സംബന്ധിച്ചപ്പോൾ പെട്ടെന്ന് എങ്ങനെ നമുക്കത് മോഡിഫൈ ചെയ്യാം അല്ലെങ്കിൽ എത്രയും മനോഹരമാക്കാം എന്ന് ചിന്തിച്ചു. ഞാൻ എൻ്റെ മനസ്സ് ഓടിയത് കൊട്ടാരക്കര ഭദ്രാസനത്തിൻ്റെ മർത്തോമ ഭദ്രാസനത്തിൻ്റെ എപ്പിസ്കോപ്പൽ തിരുമേനിയായിരിക്കുന്ന തീർത്തോസ് തിരുമേനി ഞാൻ വിളിച്ചു. ആദ്യം വിളിച്ചപ്പോൾ തിരുമേനി ഫോൺ എടുത്തില്ല, കട്ട് ചെയ്തു. അപ്പോൾ ഞാൻ സെക്രട്ടേറിയറ്റിനെ വിളിച്ചു. അച്ഛനെ വിളിച്ച് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു മെസ്സേജ് അച്ഛനിട്ട്. ഞാൻ ഈ കാര്യം പറഞ്ഞു. അപ്പോൾ മെസ്സേജ് ഇട്ട് കേൾക്കാൻ പറഞ്ഞു. ഞാൻ മെസ്സേജ് വാട്സപ്പിൽ ഇട്ട് കൊടുത്തു. തിരുമേനി പിറ്റേ ദിവസം ഞാൻ വിളിക്കുകയാണ്. വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ തിരിച്ച് മറുപടി ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇല്ല, പക്ഷെ ഞാൻ കണ്ടില്ലായിരുന്നു. അപ്പോൾ തിരുമേനി പറഞ്ഞതാണ്, ഇന്ന് അവിടെ മാർത്തോമ സഭയുടെ സഭാ കൗൺസിൽ നടക്കുകയാണ് തിരുവല്ലയിൽ. അതുകൊണ്ട് നമ്മുടെ മഹാട കൗൺസിൽ പോലെ ആയിരിക്കും നീ ചിന്തിക്കുന്നു. അതുപോലെ തിരുമേനിക്ക് പങ്കെടുക്കേണ്ടതുണ്ട്. അച്ഛനെ സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും ഞാൻ വരുമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. അതുകൊണ്ട് അച്ഛനെ ഞാൻ വലിയ നിയോഗം കൂടെ ഏൽപ്പിക്കുകയാണ്. എൻ്റെ ആശംസ തിരുമേനി അറിയിക്കണമെന്ന് പറഞ്ഞു. ഈ സമയം ആ ആശംസ അറിയിക്കട്ടെ. നമ്മുടെ ഇപ്പോൾ നമ്മുടെ കൊല്ലംകൊട്ടാരക്കര മഹായിടവയുടെ ബിഷപ്പ് വിദ്യാലയമായിരിക്കുന്ന VS ഫ്രാൻസിസ് തിരുമേനി ഞാൻ ക്ഷണിച്ചപ്പോൾ തിരുമേനി പറഞ്ഞു ഇന്ന് അവിടെ അച്ഛന്മാരുടെ മീറ്റിംഗ് നടക്കുകയാണ് മേലുകാവില്, അതുകൊണ്ട് എത്താൻ കഴിയുന്നില്ല. തിരുമേനിയോട് പറഞ്ഞു എൻ്റെ പ്രത്യേക അന്വേഷണം അറിയിക്കാൻ പറഞ്ഞു. ബഹുമാനമുള്ള ഫ്രാൻസിസ് തിരുമേനിയുടെയും ആശംസ അറിയിക്കുന്നു. പിന്നെ നമ്മൾ അടുത്തത് നമ്മുടെ സഹോദര സഭയാണല്ലോ സാൽവേഷൻ ആർമി. ഈ ദിവസങ്ങളിൽ സന്തോഷമുണ്ട്. സാൽവേഷൻ ആർമിയുടെ ഡിവിഷൻ കമാൻഡറായി നാളുകളിൽ കൊട്ടാര ഡിവിഷന്റെ ചുമതല വഹിക്കുന്ന മേജർ ജോസ് പി മാത്യു അയ്യ. സത്യത്തിൽ അയ്യ വന്നതിന് 1 വർഷം ആകാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ വന്ന നാൾ മുതൽ ഞങ്ങൾ സഹോദരങ്ങളെ പോലെ KCC-യുടെയും മറ്റ് പ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ സഭാസമ്പന്നമായ എൻ്റെ സഭയുടെ ക്രിസ്മസ് സന്ദേശം പറയാൻ ഞാൻ അയ്യെ വിളിക്കും. അവിടുത്തെ കൺവെൻഷൻ എന്നെ വിളിച്ച് അധ്യക്ഷ തന്നു. അങ്ങനെയുള്ള ഒരു നല്ല ബന്ധം എപ്പോഴും ഫോൺ ചെയ്യുകയും ഓരോ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും അയ്യെ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് അയ്യയോട് വിളിച്ചപ്പോൾ അയ്യ സന്തോഷത്തോടെ വരാമെന്ന് സ്വീകരിച്ചു. ഇന്ന് നമുക്ക് മുഖ്യ
അടിയെ ദൈവത്തിന്റെ വിശേഷ നാമം മാറ്റപ്പെടുമാറാകട്ടെ. ഈ മനോഹരമായുള്ള സമയങ്ങളെ ഞാൻ ദൈവത്തെ അധികമായി സ്തുതിക്കുന്നു. അഭിമന്യ ബിഷപ്പ് അവറുകൾ എന്നെ ഇപ്രകാരം ഈ ശുശ്രൂഷയിലേക്ക് വിളിച്ച ഇപ്പോൾ അച്ഛനവറുകൾ, എൻ്റെ പ്രിയ വൈദിക ശ്രേഷ്ഠതയെ, കർത്താവിൽ പ്രിയരെ എല്ലാവർക്കും സ്നേഹവന്ദനം ഈ സമയത്ത് അറിയിക്കുകയാണ്. പ്രകാരമുള്ള ഒരു ശ്രേഷ്ഠ ശുശ്രൂഷയുടെ ഭാഗമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ലഭിച്ച എനിക്ക് വലിയ പദവിയായി ഞാൻ കണക്കാക്കുകയാണ്. ലീഡിങ് സാറ്റിസ്ഫൈഡ് ലൈഫ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ കാലഘട്ടം. അത് വളരെ ശ്രമകരവുമാണ്. നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ നാം നോക്കുമ്പോൾ എല്ലാവരും അസംതൃപ്തി നിറഞ്ഞ ഒരു കാലഘട്ടമാണ്. പല തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് മനുഷ്യൻ വ്യാകുലതയുടെ നാളുകളിൽ കാണപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഒരുപക്ഷേ ജനസമ്പാദനത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിലായിരിക്കാം മനുഷ്യൻ. അതവൻ നേടിയെടുക്കുമ്പോൾ വീണ്ടും അവന് സംതൃപ്തിയില്ലാതെ വീണ്ടും കാണപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ കീർത്തിപരമായിട്ടുള്ള ഫെയിം നേടിയെടുക്കാനുള്ളതിന് വേണ്ടിയായിരിക്കാം, പൊസിഷന് വേണ്ടിയുള്ളതായിരിക്കാം. അങ്ങനെ നാം നോക്കുമ്പോൾ വളരെ മനുഷ്യൻ എപ്പോഴും ആകുലതയിലും ഉത്കണ്ഠയിലും ഒക്കെയായി ഒരു അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നത് നമുക്ക് പലപ്പോഴും കാണുവാനായിട്ട് കഴിയുന്നതാണ്. വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു നോവലിസ്റ്റ്, ഒരു പോളിഷ് അമേരിക്കൻ നോവലിസ്റ്റ് ഒരിക്കൽ പറയുകയുണ്ട്. അദ്ദേഹത്തിൻ്റെ നോബൽ സമ്മാനം നേടിയെടുത്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ പറയുകയുണ്ടായി, ഞാൻ നോബൽ സമ്മാനം നേടിക്കഴിഞ്ഞതിന് ശേഷം ഒരു അരമണിക്കൂർ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി. അതിനുശേഷം വീണ്ടും ഞാൻ വളരെ ആകുലതയിലും ഉത്കണ്ഠയിലും ഒക്കെ ആയിത്തീരുന്നു. പുതിയ നിയമത്തിൽ എഫെസ്യർക്കിന്റെ ലേഖനം നാം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് അദ്ദേഹം പറയുന്നു, എൻ്റെ എല്ലാ അവസ്ഥകളിലും അലംഭാവത്തോടു കൂടി ഇരിക്കുവാൻ. പക്ഷേ ആ വാക്ക് അതിൻ്റെ അക്ഷരികമായ അർത്ഥത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അതിന് നൽകുന്ന അർത്ഥം ഇതിന് വ്യത്യസ്തമായിട്ടുള്ളതാണ്. പൗലോസ് അപ്പോസ്തലൻ നമുക്ക് നൽകുന്ന അർത്ഥം, എൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ഞാൻ സംതൃപ്തിയോടെ സന്തോഷത്തോടു കൂടി ഇരിക്കുവാൻ ഞാൻ പഠിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ഏറ്റവും ആത്മാർത്ഥമായും ഏറ്റവും ചടുലമായും തൻ്റെ ശുശ്രൂഷ ചെയ്യുവാനായി അദ്ദേഹത്തിന് സാധ്യമായി തീർന്നത്. അത് സംതൃപ്തി നിറഞ്ഞതായിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ പ്രകാരം ആ ശുശ്രൂഷയിൽ ഭാഗമാകുവാൻ കഴിയുകയുള്ളൂ, പ്രവർത്തിക്കുവാൻ കഴിയുകയുള്ളൂ. ഞാനിത് പറഞ്ഞതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഇന്ന് നാം ഇവിടെ കൂടി വന്നിരിക്കുമ്പോൾ നാം പ്രിയപ്പെട്ട ബിഷപ്പിൻ്റെ കോൺസിക്രേഷൻ്റെ 7ാമത്തെ വർഷത്തിന് ശേഷമുള്ള അടുത്ത വർഷത്തെ ആ 7 വർഷങ്ങളെ ഓർത്ത് അതിനെ ആഘോഷിക്കുവാനായി കടന്നു വന്നിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കുമ്പോൾ വളരെ ചടുലമായി, വളരെ ആത്മാർത്ഥമായി, വളരെ എനർജറ്റിക്കായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇടപെടുമ്പോൾ അത് നമുക്ക് നൽകുന്ന ഒരു പോസിറ്റീവായുള്ള വൈബ് ആണെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ എൻ്റെ സഹപ്രവർത്തകരിലൂടെ അദ്ദേഹത്തെ കുറിച്ച് അറിയുവാനുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ എന്നോട് പ്രിയപ്പെട്ട അച്ഛൻ ഈ പ്രത്യേകമായിട്ടുള്ള പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ക്യാപ്ഷൻ എന്നെ അറിയിച്ച സമയത്ത് അതിൽ എഴുതിയിരുന്നത്, എളിയവരുടെ ഹൃദയസ്പന്ദനം അറിയുന്ന ഇടയൻ എന്നാണ്. അക്ഷരികമായി അത് വളരെ യാഥാർത്ഥ്യമാണെന്ന് എൻ്റെ സഹപ്രവർത്തകരിലൂടെ എനിക്ക് മനസ്സിലാക്കുവാനായി കഴിഞ്ഞിട്ടുണ്ട്. ഇടയപരിപാലനം എന്ന് പറയുന്നത് ഈ നാളുകളിൽ അതിന് വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങളും വ്യത്യസ്തമായിട്ടുള്ള ജീവിത രീതികളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. വളരെ ശ്രമകരമായിട്ടുള്ള ഒന്നാണ്. ഇവിടെ നേരത്തെ ബിഷപ്പ് തൻ്റെ സംസാരത്തിൽ ഓർമ്മിച്ചപ്പോൾ പറഞ്ഞതുപോലെ
വ്യത്യസ്തമായിട്ടുള്ള മാനസികാവസ്ഥയിലൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നവരാണ് സുവിശേഷകർ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഭയമുണ്ടാകാം, നിരാശയുണ്ടാകാം, പ്രതിസന്ധികൾ ഉണ്ടാകാം, പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. എന്നാൽ അവിടെയൊക്കെയും ധൈര്യത്തോടുകൂടി നിന്ന്, ആത്മാർത്ഥതയോടുകൂടി നിന്ന്, സംതൃപ്തിയോടുകൂടി നിന്ന് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അത് ദൈവിക നിയോഗമാണ് എന്നുള്ളത് യാതൊരു സംശയമില്ല. അത് 100% നിർവഹിച്ച ഒരു പ്രിയ ദൈവ മകനാണ് പ്രിയപ്പെട്ട ബിഷപ്പ് എന്ന് എനിക്ക് പറയുവാനായിട്ട് തോന്നുന്നു. അതിനുശേഷം ഞാൻ അദ്ദേഹത്തിന് അവിടെ പറയുകയുണ്ടായി ഫെമിനിസത്തെ കുറിച്ച്, മറ്റ് സഭകളോടുള്ള താല്പര്യത്തെ കുറിച്ച്, രക്ഷാകർത്തകളോടുള്ള അദ്ദേഹത്തിന്റെ ബോണ്ടിങ് എനിക്ക് നന്നായിട്ട് അറിയാം. അവരെ മറ്റുള്ളവരെയും മറ്റ് സഭകളെയും പരിഗണിക്കുക, മനസ്സിലാക്കുക എന്ന് പലപ്പോഴും എക്യുമെനിസം എന്നുള്ളതിന്റെ അതിന്റെ വ്യക്തമായിട്ടുള്ള ശരിയായിട്ടുള്ള അർത്ഥത്തിലേക്ക് പലപ്പോഴും സഭകൾ അതിനെ കൊണ്ടുപോകാത്തത് കൊണ്ട് തന്നെ പൊതുസമൂഹത്തിൽ പലപ്പോഴും അവമതിപ്പുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് നമുക്കുള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റു സഭകളെയും മനസ്സിലാക്കുകയും അവരെയും സ്നേഹിക്കുകയും അവരെയും കൈത്താങ്ങുകയും ചെയ്യുന്ന ഒരു വലിയ മനസ്സിന്റെ ഉടമയാണ് അദ്ദേഹം എന്ന് എനിക്ക് പറയുവാനായിട്ട് കഴിയുന്നതാണ്. തീർച്ചയായും അങ്ങനെയുള്ള ഒരു വ്യക്തി ഈ പ്രതിഭാസനത്തെ നയിക്കുവാൻ കിട്ടിയതുകൊണ്ട് നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിന് മഹത്വം കരയറ്റുകയും ചെയ്യുകയാണ്. 7 എന്ന് പറയുന്നത് 7 എന്ന് പറയുന്ന ഒരു പൂർണ്ണതയുടെ അനുഭവമാണ്. നമ്മുടെ പുസ്തകം പഠിക്കുമ്പോഴും അല്ലെങ്കിൽ പൊതുവായി തന്നെ സംഖ്യ ശാസ്ത്രമൊക്കെ പഠിക്കുമ്പോൾ ഞാനിവിടെ കേട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ 7 വർഷം ഈ ബിഷപ്പെന്നുള്ള കോൺസെൻട്രേഷൻ പീരീഡ് കഴിഞ്ഞ ഒരു 8ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അതൊരു പുതിയ അധ്യായത്തിലേക്ക് ഇതുവരെ ഈ പ്രവർത്തനത്തിനപ്പുറമായി വലിയ കാര്യങ്ങൾ ഇവിടെ അദ്ദേഹം ഓർപ്പിച്ചത് അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുവാനുള്ള ഒരു സമയം ദൈവം അദ്ദേഹത്തിന് നൽകിയിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ പുതിയൊരു കാലഘട്ടത്തിലേക്ക്, പുതിയൊരു യുഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ആയുസ്സും ആരോഗ്യവും അദ്ദേഹത്തിന് നൽകട്ടെ. ഈ പ്രതിഭാസനത്തെ ഏറ്റവും അനുഗ്രഹപൂർണമായി നയിക്കുവാനുള്ള കൃപകൾ സർവ്വ ദൈവം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പ്രദാനം ചെയ്യുന്ന കൊട്ടാരക്കര രക്ഷാസേനത്തിന്റെ എല്ലാ ആദരവുകളും, എല്ലാ ബഹുമാനവും, എല്ലാ ആശംസകളും ഈ സമയത്ത് അറിയിക്കുകയാണ്. 2 Corinthians Chronicles 1:10 നാം വായിക്കുമ്പോൾ ശലോമോൻ രാജാവ് പ്രാർത്ഥിക്കുകയുണ്ടായി, ഈ ജനത്തെ നയിക്കുവാൻ എനിക്ക് എന്താണ് ആവശ്യമായിട്ടുള്ളത്? എനിക്ക് വിവേകവും പരിജ്ഞാനവും അല്ലാതെ മറ്റ് എന്താണുള്ളത് വേണ്ടത് എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയുണ്ടായി. എൻ്റെ ഗ്രീറ്റിംഗ്സിന്റെ അവസാനമായി ഞാൻ ആ വാക്യത്തെ പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞതിൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. May the Lord grant you wisdom, knowledge and understanding as you serve the Lord Jesus Christ and His Spirit. അതിലുപരി മിഷൻ ഡയറക്ടർ ഏറ്റവും ബഹുമാനവും സ്നേഹമുള്ള ഞങ്ങൾക്കെല്ലാം നേതൃത്വമുള്ള മുൻകാലത്തുള്ള അച്ഛന്മാരെ, സെമിനാർ വിദ്യാർത്ഥികളെ, സഭാവിശ്വാസികളെ, അതിലുപരി ഈ സഭയുടെ പത്രവും എനിക്ക് 4 കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ 7 വർഷത്തിനകം 2017 തിരുമേനി വാഴിച്ചപ്പെടും. തിരുമേനി ഈ മഹാബലിക്ക് 4 കാര്യങ്ങളാണ്, 4 ദൂതുകളാണ് നമുക്ക് തന്നത്. ആ വാഴ്ച സമയത്ത് അവിടെ 10,000 ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. തിരുമേനിയുടെ മറുപടി പ്രസംഗത്തിൽ ദൈവജനത്തിന് തന്ന മറുപടി എന്ന് പറയുന്നത്, ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ, ദൈവസഭയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ അഹങ്കാരവും അലങ്കാരവും ആകരുത് എന്ന് തീരുമാനിച്ച് ആ വലിയ ഒരു സദസ്സിൽ പറയുകയുണ്ടായി. പിറ്റേ ദിവസം നമ്മുടെ മനോരമ അല്ലെങ്കിൽ മറ്റുള്ള മാധ്യമ പത്രത്തിലെല്ലാം വന്ന ഒരു വാർത്തയായിരുന്നു ഈ ഒരു വെട്ടി. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരത്ത് പറയുകയുണ്ടായി. 1 ആത്മഹത്യയെ പറ്റി പറയുകയുണ്ടായി. 2 അപ്പൂപ്പന്താടി പറ്റി പറഞ്ഞതെങ്കിലും 2ാമത് പറഞ്ഞത് അപ്പൂപ്പന്താടിയെ പറ്റിയാണ്. 3ാമത് പറഞ്ഞത് തിരുവനന്തപുരത്ത് പറഞ്ഞത് പ്ലാവിനെ പറ്റി. 4ാമത് നമ്മൾ തിരുവനന്തപുരത്ത് വേറെ കാര്യങ്ങളോ വാഴയെ പറ്റി പറഞ്ഞു.
ഇവിടെ ആൽമരത്തെ പറ്റി നമ്മൾ പറഞ്ഞു. തിരുമേനി ഇവിടുത്തെ സാഹചര്യം എല്ലാം മനസ്സിലാക്കിയാണ്. ഇവിടുത്തെ നേതൃത്വമുണ്ട്. ആ നേതൃത്വത്തിൽ ആൽമരത്തെ പറ്റി ഇവിടെ തിരുവനന്തപുരത്തോട് പറയുന്നുണ്ട്. ആൽമരം വളരും, നല്ല വായു തരും, നല്ല കാറ്റ് തരും, ശുദ്ധമായിട്ടുള്ള എല്ലാം തരും. പക്ഷെ കീഴിൽ ഒരു ചെടി പോലും വളരാൻ സാധിക്കും. അതായിരിക്കരുത് ഇവിടുത്തെ ജനങ്ങളുടെ ഓരോ ആത്മീയ പ്രവർത്തനവും സാമൂഹിക പ്രവർത്തനവും അതായിരിക്കും. അവസാനം 2 ഉദാഹരണം പറഞ്ഞ അപ്പൂപ്പന്തേടിയുടെ കാര്യമാണ്. ഒറ്റപ്പെട്ട അനുഭവമായിരിക്കും, ഒറ്റപ്പെട്ട പ്രവർത്തനമായിരിക്കും. അതിന് വളരെ വിശദമായിട്ട് പത്രങ്ങൾ അത് എഴുതിയായിരിക്കും. 3 നമ്മുടെ പ്ലാവിനെ പറ്റി പറഞ്ഞു. നല്ല ഫലം തരും, നല്ല തളല് തരും. പക്ഷേ ആ തലയിൽ വീണ നമ്മൾ അതിനെ കഥ തീരും. അത് ആശയം പറഞ്ഞത് നല്ല തളല്. നമ്മൾ ഈ ആത്മീയ ലോകത്തിൽ നല്ല പ്രവർത്തനവും ശൈലിയൊക്കെ നമ്മുടെ ജനങ്ങൾക്ക് ഉണ്ട്. പക്ഷേ അതിൻ്റെ ആ രീതിയിൽ ദൈവനാമത്തിൽ ഭയപ്പെട്ട് നമ്മൾ പ്രവർത്തിച്ചില്ല എങ്കിൽ അതിന് ഫലം നമ്മൾ മരണത്തിലേക്ക് കടക്കുമെന്നാണ് ഇന്നും തീരുമാനിച്ചത്. എല്ലാ പ്രിയപ്പെട്ടവരും ഒരു പുതിയ മഹാനവ എന്ന നിലയിൽ ഒരുപാട് പരിമിതികളും എന്നാൽ ഒരുപാട് റിസോഴ്സസും സാധ്യതകളുമുള്ള ഒരു മഹാനവയാണ്. അഭയ തിരുമേനി ഈ മഹാനവമിയുടെ മേൽപ്പെട്ട ശുശ്രൂഷ ഏറ്റെടുക്കുമ്പോൾ കൊല്ലംകൊണ്ടാകര മഹാനവ എന്ന ഒരു മഹാനവയ്ക്ക് ഈ കേരളത്തിലെ പൊതുമണ്ഡലത്തിലും അതുപോലെ ക്രൈസ്തവ മേഖലയിലും ഒരു ഐഡന്റിറ്റി സ്ഥാപിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ മഹാനവയ്ക്ക് തിരുമേനിയുടെ ഏറ്റവും വലിയ ഒരു സംഭാവന. കാരണം നമുക്കറിയാം CSI സഭയുടെ പല മഹാനവകളും കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ അത്ര അറിയപ്പെടുന്ന ഒന്നല്ല എന്ന് നമുക്കറിയാം. പല മഹാനവകളെയും വിഷ്ണുന്മാരെയും ആ മഹാനവകളെ കുറിച്ച് ക്രൈസ്തവ ലോകത്തിൽ തന്നെ എല്ലാവരും അറിയപ്പെടുന്ന ഒന്നല്ല. എന്നാൽ കൊല്ലംകൊണ്ടാകര മഹാനവ കേരളത്തിലെ എല്ലാ സഭകളുടെയും അതോടൊപ്പം രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ അറിയപ്പെടുന്ന ഒരു മഹാനവിയായി ഇതിനെ മുന്നോട്ട് നയിക്കുവാൻ തിരുമേനിക്ക് തൻ്റെ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ കഴിഞ്ഞുവെന്നത് ഇനി വരുന്ന ഏത് നേതൃത്വത്തിലും ഈ മഹാനവയ്ക്ക് കൊല്ലംകൊണ്ടാകര മഹാനവ ഒരു പ്രതിനിധി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ മഹാനവയെക്കുറിച്ച് എല്ലാ മണ്ഡലങ്ങളിലും അറിയപ്പെടുന്ന ഒരു നിലയിലേക്ക് ഈ മഹാനവയെ നയിക്കുവാൻ തിരുമേനിയുടെ ഇത്രയും നാളത്തെ കഴിവും പ്രാപ്തിയും പ്രായോഗിക വിജ്ഞാനവും സ്വാധീനവും ഒക്കെ അത് ഉപയോഗിച്ചു. അതിനുപരി നമ്മുടെ ഈ മഹാനവയിൽ വളരെ ചെറിയ സഭകളുണ്ട്. ഒരുപാട് ഇടവകൾക്ക് പുതിയ പള്ളികൾ പണിയുന്നതായിട്ടുണ്ട്. അതുപോലെ മിഷണറി പ്രവർത്തനങ്ങൾ, വൈദികരുടെ സഭാ ശുശ്രൂഷകളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കുവാൻ ഒരു തിരുമേനി തൻ്റെ കഴിവും പ്രാപ്തി ഉപയോഗിച്ചു. വിവിധ ഇടങ്ങളിൽ നിന്ന് നമ്മുടെ മഹാനവ വളർച്ചയ്ക്ക് സമ്പത്ത് കണ്ടെത്തുവാനും അതോടൊപ്പം എല്ലാ നിലയും സാധാരണക്കാരായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരെ നേതൃത്വത്തിലേക്ക് പിടിച്ചു നിർത്തുവാനും ഒക്കെ അഭയ തിരുമേനി തൻ്റെ ഈ ചെറിയ ശുശ്രൂഷ കാലയളവ് പ്രയോഗിച്ചു. എല്ലാവർക്കും സമീപസ്ഥരായ ഒരു വിഷമ നിലയിൽ ഇവിടുത്തെ ഏറ്റവും സാധാരണക്കാരൻ അവിടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനും അവരെ ചേർത്ത് നിർത്തുവാനും ഒക്കെ ഈ കാലയളവ് കഴിയുമെന്നത് വളരെ സന്തോഷകരമാണ്. നമ്മുടെ മഹാനവ എന്ന 10ാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ മഹാനവയ്ക്ക് ഈ പൊതുസമൂഹത്തിലും ക്രൈസ്തവ മേഖലയിലുണ്ടായിരിക്കുന്ന വളർച്ചയ്ക്കും അതിൻ്റെ ഉന്നതിക്കും പ്രധാനമായ ഒരു സംഭാവന തിരുമേനിയിലൂടെയാണ് നമുക്കുണ്ടായത്. അതോടൊപ്പം നമ്മുടെ മഹാനവ ഇടവകയുടെ എല്ലാ സഭകളുടെയും ആത്മീയവും ഭൗതികമായ വളർച്ചയ്ക്കും തിരുമേനിയിൽ ലഭിച്ച എല്ലാ സഹായവും പ്രാർത്ഥനയും നേതൃത്വവും ഏറെ വളരെ വലുതായിരിക്കും ഈ സമയം ഓർക്കുന്നു. അതുപോലെ വൈദികരുടെയും സഭാശിക്ഷണ ഋഷിമാരുടെയും പ്രവർത്തന മേഖലകളിലും അതോടൊപ്പം കടവര സെമിനാരിലെയും വൈദിക വിദ്യാഭ്യാസ ആഗ്രഹമുള്ള എല്ലാവർക്കും അത് ലഭ്യമാക്കുവാൻ അതോടൊപ്പം നമ്മൾ ഏറ്റവും പ്രധാനമായി നോക്കേണ്ടത് നമ്മുടെ വൈദികരായിരിക്കുന്ന പലർക്കും വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു പോകാൻ അവിടങ്ങളിൽ ദക്ഷിണേന്ത്യ മഹാലിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പോലും അവർക്കുണ്ടാകുവാൻ കഴിയാത്ത ഒരു സാഹചര്യങ്ങൾ നമ്മുടെ മഹാനവയ്ക്ക് വിദേശത്ത് ശുശ്രൂഷ ചെയ്യുവാൻ വൈദികർക്ക് അവസരം ലഭിച്ചു എന്നത്
ഏറെ എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. പലരും അവയെ തിന്മയുടെ സ്വാധീനം കൊണ്ടാണ് നിക്ഷേപമാണെന്നുള്ള പലരും ഈ കാലഘട്ടത്തിൽ അവിടങ്ങളിലേക്ക് പോകാൻ അനുവദിച്ചത്. അതുകൊണ്ട് നമുക്ക് വിവിധ മേഖലകളിൽ പൊതുമണ്ഡലത്തിലും സാമൂഹ്യ രംഗത്തും ഒക്കെ നമ്മുടെ മഹാനവരെ മുന്നോട്ട് നയിക്കുവാൻ അവയെ തിരുമേനിയോട് ലഭിച്ച എല്ലാ നേതൃത്വത്തെയും ഈ സമയം സന്തോഷത്തോടെ ഓർക്കുന്നു. തിരുമേനിയുടെ പ്രാർത്ഥനയും ഈ നാടുകളിൽ ഈ മഹാനവരുടെ എല്ലാ പ്രവർത്തനങ്ങളും സജീവമായി നമ്മെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും വിവിധ പ്രവർത്തനങ്ങൾക്ക് തലകളാവുന്ന സഹായങ്ങൾ നൽകി ഇന്നും നമ്മുടെ രാജ്യത്തിൽ കടന്നു വന്ന തിരുമേനിക്ക് നമ്മുടെ കൊല്ലംകൊണ്ടാക്കുന്ന മഹാനവരുടെ എല്ലാ വൈദികളുടെ പേരും വിശ്വാസങ്ങളുടെ പേരും എല്ലാവിധമായ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ സ്നേഹിക്കുന്നു. ദൈവം നമുക്കൊരു പാട്ട് ചങ്ങപാടും ആ സമയത്ത് കേക്ക് മുറിക്കാനുള്ള ടേബിൾ ദയവായിട്ട് കൊണ്ടുവരിക. കേക്ക് കൊണ്ടുവരിക. നന്ദിയോടെ ഞാൻ യാചിക്കാത്ത നന്മകൾ ഓരുമീ ഇപ്പോൾ നമുക്ക് ഈ സഭയെ പ്രതികരിച്ച് ബഹുമാനമുള്ള കെ എം ജോർജൻ ഒരു ഷോൾ അണിയിക്കും. അതിനുശേഷം നമ്മുടെ സാഹിത്യ സമിതിയുടെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടി ബിജു പോൾ സാറ് ചെയ്യും. മറ്റാരെങ്കിലുമുണ്ടോ ഉണ്ടെങ്കിൽ സെമിനാരി വിദ്യാർത്ഥികൾ ഒരു ചെറിയ സ്നേഹപ്രകാരം ചെയ്യും. വൈകിട്ട് സൺഡേ സ്കൂളിൻ്റെ ഒരു സെമിനാരി സ്റ്റുഡൻസിൻ്റെ സ്നേഹാദരം നടക്കും. സാഹിത്യ സമിതിയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ബിജു പോൾ സാറിൻ്റെ ഗിഫ്റ്റ് ബൈബിളാണെന്ന് തോന്നുന്നു. ബൈബിൾ വായിക്കാൻ വേണ്ടി ഓക്കെ. സൺഡേ സ്കൂൾ, നമ്മുടെ വൈക്കലിൽ സൺഡേ സ്കൂളിൻ്റെ ഒരു സ്നേഹം. നമുക്ക് ഇപ്പോൾ സ്വീകരണം കഴിഞ്ഞു. നമുക്ക് പ്രാർത്ഥിച്ച് കേക്ക് നമുക്ക് കട്ട് ചെയ്യാം. ഈ കേക്കിൽ എഴുതിയിരിക്കുന്നത് 7th കോൺസെക്രേഷൻ ആനിവേഴ്സറി ഓഫ് റെവറൻഡ് ഡോക്ടർ ഉമ്മൻ ജോൺ. എല്ലാവരെയും മഹാടിയോടെ എല്ലാവരുടെയും സ്നേഹമായിട്ട് നൽകുന്നു. ഇപ്പോൾ ഇതിനായിട്ട് ബഹുമാനമുള്ള സ്കൂൾ മാനേജർ ഡേവിഡ് ഹാവലസൻ പ്രാർത്ഥിക്കും. സകല നന്മകളുടെയും ഉറവിടമായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്കൂളിലാവേ, നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ ഞങ്ങൾ തിരിച്ചു നിൽക്കുന്നു. CSA കൊല്ലംകൊട്ടാരക്ക മഹാടയ്ക്ക് പ്രഥമ ബിഷപ്പായി അഭിമന്യ മുന്നേറിവിനെ നൽകി ഈ മഹാടവയെ അവിടുന്ന് ആദരിക്കുകയും ഈ ജനത്തെ അവിടുന്ന് സ്നേഹിക്കുകയും തൻ്റെ മകളിലൂടെ കർത്താവ് ആഗ്രഹിച്ച് ശുശ്രൂഷിക്കാൻ നോക്കണം നിയോഗിക്കുകയും ചെയ്തുവല്ലോ. 7 വർഷങ്ങൾ കർത്താവേദനമായിട്ട് ശുശ്രൂഷകൾ പങ്കെടുക്കും. വലിയവനായ ദൈവമേ, പിന്നിൽ നോക്കുമ്പോൾ കർത്താവ് ഇത്ര നല്ലവനും വല്ലവനാണ് പറയുവാനൊക്കെ വേണം ഇടയാക്കിയവർക്കായി സ്തുതിക്കുന്നു. 8ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന നാളുകളിൽ പരിശുദ്ധാത്മാവിൻ്റെ ധാരാളം അഭിഷേകങ്ങൾ പകർന്ന് കർത്താവ് ഇവിടെ നയിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. എന്നിലൂടെ കർത്താവ് ഈ മഹാടി നൽകുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ ശുശ്രൂഷകളും എല്ലാ നന്മകളും തക്കതായ ലഭിക്കത്തക്കവണ്ണം വഴിയെ തുറന്നുകൊടുത്ത് അനുഗ്രഹിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കർത്താവ് ഈ സന്തോഷങ്ങളെല്ലാം ഒരുമിച്ച് പങ്കുചേരുന്ന കേക്ക് മുറിക്കുന്ന നിമിഷത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ദൈവമായ സാന്നിധ്യം കൊണ്ട് ഞാൻ അനുഗ്രഹിക്കുകയും ബലഹീനരായിരിക്കുന്ന അടിയങ്ങളെ കർത്താവെ ശക്തീകരിച്ച് ബലപ്പെടുത്തുകയും ചെയ്യണമേ. എല്ലാ മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുന്ന കർത്താവെ നമ്മുടെ നാമത്തിൽ തിരുമേനി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കേക്ക്
ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് കോടാനുകോടി സ്തോത്രം ചെയ്യുന്നു. ഒപ്പം ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത ഇതിന് നേതൃത്വം നൽകിയ ഞങ്ങളുടെ കുടുംബത്തിൽ അംഗം തന്നെയാണ് ബിഷപ്പ് തിരുമേനി. സന്തോഷത്തോടുകൂടെ വരികയും ശുശ്രൂഷകൾക്കുമൊപ്പം ഈ മധുരത്തിൽ പങ്കുചേരുവാനും ദൈവം കൃപ നൽകി. ഇനിയും തുടർന്നുള്ള ജീവിതയാത്രയിലും ശുശ്രൂഷയിലും ദൈവത്തിന് വേണ്ടി ആവോളം ദൈവത്തിൻ്റെ വയൽ പ്രദേശത്ത് വേല ചെയ്യുവാൻ ദൈവം അധികമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് പ്രത്യേകമായ സന്തോഷത്തിൻ്റെ നന്ദി ഈ തരുണത്തിൽ രേഖപ്പെടുത്തുന്നു. മഹായിടവക ക്ലർജി സെക്രട്ടറി ജോസ് ജോർജ് അച്ഛൻ, അൽമായ സെക്രട്ടറി രജിസ്ട്രാർ സാർ റവറൻ ഡേവിഡ് ഹാബൽ അച്ഛൻ, സാൽവേഷൻ ആർമി ഡിവിഷൻ കമാൻഡർ അയ്യ, ഒപ്പം വന്ന അയ്യ, സ്കൂൾ പ്രിൻസിപ്പളിൽ നിന്ന് വന്ന അയ്യ ജോൺസൺ അച്ഛൻ, വിജയ് അച്ഛൻ, കാറ്റഗിസ് ജോൺ ജി സുശേഷകർ, കാറ്റഗിസ് ദേവദാന സുശേഷകർ, സെമിനാരി സ്റ്റുഡൻസ്, മഹായിടവ കോയർ സെക്രട്ടറി, വിവിധ ബോർഡ് സെക്രട്ടറിമാർ, സമീപ ഇടവകളിൽ നിന്നും വന്ന എല്ലാവരുമേ, ഞങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ജോസ് രാജി ടീച്ചർ, എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞു